بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം ചെയ്യുന്ന കർമ്മങ്ങൾ, ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ദുന്യാവും ആഖിറവും നമുക്ക് നഷ്ടത്തിലാണ്. മഹാനായ അബൂ ഹബീബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഒരു അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയുടെ ദാസൻ്റെ അമലുമായി കയറിപ്പോകുന്നതാണ്. ആ അമലുകളെ വളരെ അധികമുള്ളതായിട്ടും മഹത്വമേറിയ അമലുകളായിട്ട്, കർമ്മങ്ങളായിട്ട് അവർ കാണുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ സ്ഥലത്ത് അവർ എത്തിച്ചേരുകയും ചെയ്യും. ഈ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുകയാണ്. ഇന്നക്കും ഹഫളത്തുൻ അലാ അമലി അബ്ദി, നിങ്ങൾ എൻ്റെ ഈ ദാസൻ്റെ അമൽ, ആ കർമ്മത്തിൻ്റെ മേൽ ഉള്ള കാവൽക്കാരാണ്. എന്നാൽ വഅന റഖീബുൻ അലാ മാ ഫീ നഫ്സിഹി, എൻ്റെ ഈ അടിമയുടെ മനസ്സിലുള്ള കാര്യത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നവനാണ് ഞാൻ. ഈ എൻ്റെ അടിമ അവൻ്റെ അമലിനെ എനിക്ക് വേണ്ടി മാത്രമാക്കിയവനല്ല. അതിൽ മറ്റ് ചിന്തകൾ കടന്നുകൂടിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി, എൻ്റെ പ്രീതിക്ക് വേണ്ടി, എൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ചെയ്തവനല്ല. അതുകൊണ്ട് ഫക്തുബൂഹു ഫീ സിജ്ജീൻ, ഇവൻ്റെ ഈ അമലിനെ നിങ്ങൾ സിജ്ജീനിൽ എഴുതുക. ദുർമാർഗികളുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് സിജ്ജീനിൽ. എന്നാൽ മലക്കുകൾ അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട മറ്റൊരു അടിമയുടെ അമലുമായി കയറിപ്പോകും. ആ അമലുകൾ വളരെ കുറച്ചുള്ളതായിട്ടാണ് ഈ മലക്കുകൾക്ക് മനസ്സിലാകുന്നത്. അതിനെ അവർ നിസ്സാരമായി കണക്കാക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്ത് അവർ എത്തിച്ചേരുകയാണ് ഈ മനുഷ്യൻ്റെ അടിമയുടെ കർമ്മങ്ങളുമായിട്ട്. ഈ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുന്നു, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ അടിമയുടെ അമലുകളുടെ സംരക്ഷകരാണ്, കാവൽക്കാരാണ്. ഞാൻ ഈ എൻ്റെ അടിമയുടെ മനസ്സിലുള്ളതിനെല്ലാം നിരീക്ഷിക്കുന്ന, സൂക്ഷ്മമായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ അടിമ എനിക്ക് വേണ്ടി മാത്രം അമൽ ചെയ്തവരാണ്. മറ്റ് യാതൊരു ഉദ്ദേശവും അവിടെ ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ ആ അമലുകളെ നിങ്ങൾ എല്ലീയനിൽ എഴുതുക എന്ന് മലക്കുകളോട് പറയും. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് തെളിവുണ്ട്. അമലുകൾ കുറവാണെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന അമലുകൾ, അത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അല്ലാതെ ചെയ്യുന്ന ധാരാളം അമലുകളെക്കാളും ഉത്കൃഷ്ടമാണ് അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുന്ന ചെറിയ കുറഞ്ഞ അമൽ എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം കുറഞ്ഞ അമലാണെങ്കിലും അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ ഫൈനല്ലാഹ യുദാഇഫുഹു ബിഫദ്ലി, അള്ളാഹു അവൻ്റെ ഔദാര്യത്താൽ അതിന് ഇരട്ടി പ്രതിഫലങ്ങളാണ് ഇരട്ടിച്ചു കൊടുക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ. നേരെമറിച്ച് അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടി അല്ലാതെ ധാരാളം അമലുകൾ ചെയ്താലും ഫലാ സവാബ ലഹു, അതിന് പ്രതിഫലമില്ല. വമഅവാഹു ജഹന്നം, അഭയസ്ഥാനം ജഹന്നം എന്ന നരകമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുന്നവരായിരിക്കണം. മഹത്തുക്കളോട് ചോദിക്കപ്പെട്ടു, മനിൽ മുഖ്ലിസ്, ആരാണ് മുഖ്ലിസ്?
ആരാണ് മുഖ്ലിസ് എന്ന് ചോദിച്ചപ്പോൾ മഹത്തുക്കൾ പറഞ്ഞു, അൽ മുഖ്ലിസുല്ലദീ യക്തുമു ഹസനാതിഹി കമാ യക്തുമു സയ്യിആതിഹി. തിന്മകളെ മറച്ചു വെക്കുന്നത് പോലെ നന്മകളെയും മറച്ചു വെക്കുന്നവരാണ് മുഖ്ലിസ്. ആ നന്മകളെ പ്രത്യക്ഷപ്പെടുത്തുന്നവരല്ല, മറ്റുള്ളവർ കാണുവാൻ വേണ്ടി, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി നന്മകളെ പ്രത്യക്ഷപ്പെടുത്തുന്നവരല്ല. തിന്മകളെ എപ്രകാരം മറച്ചു വെക്കുന്നു അതുപോലെ നന്മകളെ മറച്ചു വെക്കുന്നവരാണ് മുഖ്ലിസ് എന്ന് മഹത്തുക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആലയോട് ചോദിക്കപ്പെട്ടു, അള്ളാഹു തെരഞ്ഞെടുത്ത പ്രത്യേക വിഭാഗത്തിൻ്റെ ആ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു ആ മനുഷ്യനെ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, 4 കാര്യങ്ങളെ കൊണ്ട് അറിയാൻ കഴിയും അള്ളാഹു തെരഞ്ഞെടുത്ത പ്രത്യേക വിഭാഗമാണോ അല്ലയോ എന്നറിയാൻ കഴിയും. 1, സുഖങ്ങളെ, അതുപോലെ തന്നെ വിശ്രമത്തെ എല്ലാം ഉപേക്ഷിക്കുന്നവരാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അനുഗ്രഹം, തൻ്റെ പക്കലുള്ള ചെറിയ ആ അനുഗ്രഹങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാണ്. മറ്റൊന്ന് പദവി, സ്ഥാനം. ആ സ്ഥാനമാനം നഷ്ടപ്പെടുന്നതിനെ, പദവികൾ നഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അവരുടെ അടുക്കൽ അവരെ സ്തുതിക്കുന്നതും അവരെ ആക്ഷേപിക്കുന്നതും ഒരുപോലെയാണ്. ഈ ഗുണങ്ങൾ ഉള്ളവർ അള്ളാഹു തിരഞ്ഞെടുത്ത പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരുടെ അടയാളം അതാണ് എന്ന് മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, അവൻ്റെ പൊരുത്തത്തിന് വേണ്ടി ആയിരിക്കണം മറ്റുള്ളവരുടെ സ്തുതിഗീതങ്ങൾ കേൾക്കാൻ വേണ്ടിയാകാൻ പാടില്ല. മറ്റുള്ളവർ തന്നെ പുകഴ്ത്തി പറയണമെന്ന ചിന്തയിലാകാൻ പാടില്ല. മഹാനായ മഹത്തുക്കൾ മനസ്സിലാക്കി തരുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ സൃഷ്ടിച്ചപ്പോൾ, ആ സ്വർഗത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു മാല ഐനുൻ റഅത്ത് വലാ ഉദുനുൻ സമിഅത്ത് വലാ ഖത്റ അലാ ഖൽബി ബശരിൻ. എന്താണ്? ഒരു കണ്ണും കാണാത്തത്, ഒരു ചെവിയും കേൾക്കാത്തത്, ഒരു മനുഷ്യ ഹൃദയത്തിലും ചിന്തിക്കാൻ പോലും സാധിക്കാത്തതെല്ലാം സ്വർഗത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയുണ്ടായി സ്വർഗത്തെ സൃഷ്ടിച്ചപ്പോൾ. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തോട് പറഞ്ഞു, സ്വർഗമേ നീ സംസാരിക്കുക. സ്വർഗത്തെ സൃഷ്ടിച്ചിട്ട് അതിൽ മനുഷ്യഹൃദയങ്ങൾ, ഒരു കണ്ണും മനുഷ്യ കണ്ണുകൾ കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഹൃദയത്തിൽ പോലും ഉദിക്കാത്ത അത്രയും അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ സൃഷ്ടിച്ചിട്ട് അല്ലാഹു തആല സ്വർഗത്തോട് പറഞ്ഞെന്താ? സ്വർഗമേ നീ സംസാരിക്കുക. ഈ അവസരത്തിൽ സ്വർഗം പറയുകയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. 3 പ്രാവശ്യം സ്വർഗം പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം സ്വർഗം പറയുകയാണ്. എന്നിട്ട് സ്വർഗം പറഞ്ഞു, സുമ്മ ഖാലത്ത് ഇന്നി ഹറാമുൻ അലാ കുല്ലി ബഖീലിൻ വ മുനാഫിഖിൻ വ മുറായിൻ. തീർച്ചയായും ഞാൻ ഹറാമാണ്, നിഷിദ്ധമാണ്, അലാ കുല്ലി ബഖീലിൻ, എല്ലാ ലുബ്ധന്റെ മേലും, പിശുക്കൻ ലുബ്ധന്റെ മേലും ഞാൻ, സ്വർഗമാകുന്ന ഞാൻ ഹറാമാണ്, നിഷിദ്ധമാണ്. എല്ലാ മുനാഫിഖ്, കപടവിശ്വാസികൾ, അവരുടെ മേലും ഞാൻ ഹറാമാണ്, നിഷിദ്ധമാണ്. മുറായിൻ, ലോകമാന്യതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കുവാൻ, മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്ന വ്യക്തികൾ, അമലുകൾ ചെയ്യുന്ന അവർക്കും അവരുടെ മേലും ഞാൻ ആകുന്ന സ്വർഗം നിഷിദ്ധമാണ്. അഥവാ ഈ ലുബ്ധന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല, മുനാഫിഖിന്, കപടവിശ്വാസിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമല്ലാതെ ലോകമാന്യതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ, കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന വ്യക്തികൾ, അമലുകൾ ചെയ്യുന്നവർ, അവർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നാണ് ഈ സ്വർഗം പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നവർക്കാണ് ഈ സൽക്കർമ്മം, ഈ സ്വർഗം ലഭിക്കുക. മഹാനായ
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം പറയുകയാണ്, ലോകമാന്യതയ്ക്ക് വേണ്ടി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവർക്ക് 4 അടയാളങ്ങളുണ്ട്. ഒന്ന്, ഒറ്റക്കാകുമ്പോൾ അവർക്ക് മടിയായിരിക്കും ഇബാദത്തുകൾ ചെയ്യാൻ, കർമ്മങ്ങൾ ചെയ്യാൻ. എന്നാൽ ജനങ്ങളോടൊപ്പമാണെങ്കിലോ വലിയ നശാത്താണ്, ഉന്മേഷമാണ്, ആവേശമാണ്, ഉണർവാണ്. ഒറ്റക്കാകുമ്പോൾ മടിയാണ്, ജനങ്ങളോടൊപ്പമാണെങ്കിൽ അവർക്ക് നശാത്താണ്, ഉണർവാണ്, ആവേശമാണ്, ഉന്മേഷമാണ്. അതുപോലെ തന്നെ അവരെക്കുറിച്ച് പുകഴ്ത്തി പറയുമ്പോൾ അമലുകൾ ധാരാളമായി ചെയ്യും. ആക്ഷേപിച്ചാലോ അമലുകൾ ചുരുക്കും, കർമ്മങ്ങൾ ചുരുക്കും. ഇതാണ് ലോകമാന്യതയ്ക്കുള്ളവരുടെ 4 അടയാളങ്ങൾ എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. അപ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം, അവൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം, അവനിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കാൻ വേണ്ടി മാത്രം, അവൻ്റെ സ്വർഗം ലഭിക്കാൻ വേണ്ടി മാത്രം, അവൻ്റെ അള്ളാഹുവിൻ്റെ മാത്രം പൊരുത്തത്തിന് വേണ്ടി ചെയ്യുന്ന അമലുകളാകണം. മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി, പ്രശംസയ്ക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, മറ്റൊന്നിനും വേണ്ടിയാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി നമ്മുടെ ഹറക്കാത്ത് സക്കനാത്തുകൾ, അനക്കങ്ങളും അടക്കങ്ങളും വിനിയോഗിക്കാൻ, നമ്മുടെ കർമ്മങ്ങൾ അവൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യാൻ, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കാൻ, നമ്മുടെ ആഖിബത്ത് നന്നാകാൻ, അന്ത്യം നന്നാകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ടവരിൽ പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്. അർഹമുർ-റഹീമിനായ തമ്പുരാൻ അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും അവരെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.